സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ ബികോം ഇൻകം ടാക്സിൻ്റെ 4th ചാപ്റ്റർ ആയിട്ടുള്ള ഇൻകം ഫ്രം സാലറി എന്നുള്ള ചാപ്റ്ററാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് മൊഡ്യൂളിലോട്ട് കിടക്കുകയാണ്. നമ്മുടെ ഇൻകം ഫ്രം സാലറി എന്നാണ് മൊഡ്യൂൾ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ഫ്രം സാലറി എന്നുള്ള ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കുറച്ച് പോർഷൻസ് തിയറിയാണ്. തിയറി കഴിഞ്ഞിട്ടേ നമ്മൾ പ്രോബ്ലത്തിലോട്ട് പോകുന്നുള്ളൂ. അതങ്ങനെ തന്നെ ഫ്ലോ ചെയ്യുന്നതാവും നല്ലതെന്ന് തോന്നുന്നു. ബിക്കോസ് എന്താ, നമുക്ക് തിയറി പക്കയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇന്ന സൈഡിൽ ഇന്നതാണ് ചെയ്യേണ്ടത്, ഇവിടെ ഡിഡക്റ്റ് ചെയ്യണം, ഇവിടെ ആഡ് ചെയ്യണം, ഇവിടെ ഇത്ര പെർസെൻറ്റേജ് എന്നുള്ള ആ ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത്? ഇൻകം ഫ്രം സാലറി എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് സാലറിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം അല്ലേ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, ഒരു ഇൻകം ടാക്സ് ഇൻഡിവിജ്വലിൻ്റെ കേസിൽ നമുക്ക് കിട്ടുന്ന ഇൻകംസിനെ 5 ഹെഡ്സിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, തരം തിരിച്ചിട്ടുണ്ട് അല്ലേ. ആൻഡ് ഈ ഓരോ ഹെഡിൽ നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെയും നമ്മൾ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഓക്കെ, ഈ 5 ഹെഡ്സിലുള്ള ഇൻകത്തിനെ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇൻകമാണെന്ത്, ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. എന്താണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്? ഇതിനെ ചുരുക്കി GTI എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു GTI കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ GTIയിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഡിഡക്ഷൻസ് ഉണ്ട്. ഓക്കെ, ഡിഡക്ഷൻസ് ഉണ്ട്. അണ്ടർ സെക്ഷൻ 18C to 80U, 80C മുതൽ 80U എന്നുള്ള സെക്ഷൻസിൽ കുറച്ച് ഡിഡക്ഷൻസ് പറയുന്നുണ്ട്. ഇത് നമുക്ക് അടുത്ത സെമ്മിൽ വിശാലമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സെമ്മിൽ അതിനെക്കുറിച്ചൊന്നും പഠിക്കാനുള്ള. ഓക്കെ, സോ അത്തരത്തിലുള്ള വെറീസ് ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു GTIയിൽ നിന്നും ഈ ഡിഡക്ഷൻസ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻകമാണ് ടോട്ടൽ ഇൻകം. ഈ ഒരു ടോട്ടൽ ഇൻകത്തിൻ്റെ കീഴിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ടാക്സ് പേയ്മെൻറ്റ് നടത്തുക. ദാറ്റ് മീൻസ് ഈ ഒരു ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിൽ, ഇനി നമ്മൾ അറിയാം അല്ലേ, സീനിയർ സിറ്റിസണിന് ഒരു സ്ലാബ് റേറ്റ് ആണ്, സിറ്റിസൺസിന് ഒരു സ്ലാബ് റേറ്റ് ആണ്, സൂപ്പർ സീനിയർ സിറ്റിസൺസിന് ഒരു സ്ലാബ് റേറ്റ് ആണ് ഉള്ളതെന്നൊക്കെ നമുക്കറിയാം അല്ലേ. ഓക്കെ, ആ സ്ലാബ് റേറ്റ് അറിയാലോ. ഓക്കെ, ദെൻ നമ്മൾ എന്താണ് ഇൻകം ഫ്രം സാലറി എന്നാണ് നോക്കുന്നത്. നമ്മൾ നമ്മുടെ ഇൻകംസ് ചാർജ് ചെയ്യുന്ന സമയത്ത് സാലറിൻ്റെ ഹെഡിൽ ഏതൊക്കെ ഇൻകംസ് വരും എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഈ ഒരു ചാപ്റ്ററിലൂടെ നോക്കുന്നത്. ആൻഡ് എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് അതിലുണ്ട്. ഈ ഒരു 5 ഹെഡ്സിൽ ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന ഹെഡ് എന്ന് പറയുന്നത് സാലറിയാണ്. ഓക്കെ, അപ്പോൾ സാലറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഇൻകം ടാക്സിൻ്റെ പകുതി പോർഷൻസ് കംപ്ലീറ്റ് ആയി പറയാൻ പറ്റും. ബിക്കോസ് എന്താ, അത്രത്തോളം കണ്ടൻസ് നമുക്ക് ഈ ഒരു സാലറിയിലൂടെ പഠിക്കാനുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത് എന്ന് നോക്കിയേ. ഇൻകം ഫ്രം സാലറി അല്ലേ. ഓക്കെ, ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി ഇൻകത്തിൽ എന്തൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ സാലറി ഇൻകത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ളതെന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും സാലറി ഇൻകംസ് ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ പ്രീവിയസ് ഇയർ ഏതാണ്, നമ്മുടെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള 2024-25 നമുക്ക് എന്തൊക്കെ സാലറി ഇൻകംസ് ലഭിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് സാലറി ഏതെങ്കിലും പെയ്ഡ് ചെയ്തിട്ടുണ്ടോ, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാലറീസ് ഡ്യൂ ആയി വന്നിട്ടുണ്ടോ, നമുക്ക് എന്തെങ്കിലും സാലറീസ് അലോഡ് ചെയ്തിട്ടുണ്ടോ. പ്രീവിയസ് ഇയറിൽ ഇത്തരത്തിൽ ചെയ്തിട്ടുള്ള സാലറീസൊക്കെ നമ്മൾ സാലറി ഹെഡിൽ എന്ത് ചെയ്യുന്നതാണ്, ടാക്സബിൾ ചെയ്യുന്നതാണ്. എന്തെങ്കിലും അഡ്വാൻസ് സാലറി റിസീവ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും എന്താണ്, നമുക്ക് ഇത് സാലറിൻ്റെ ഹെഡിൽ ടാക്സബിൾ ആണ്. ആൻഡ് അതുപോലെ എന്തെങ്കിലും അരിയേഴ്സ് ഓഫ് സാലറി സംഭവിച്ചിട്ടുണ്ട്, അരിയേഴ്സ് ഓഫ് സാലറി നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതും എന്താണ്, നമുക്ക് ടാക്സബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 കേസ് നിങ്ങൾ ഓർത്തിരിക്കുക. പ്രീവിയസ് ഇയറിൽ നമ്മൾക്ക് എന്തെങ്കിലും സാലറി നമ്മുടെ എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്നോ, അതല്ലെങ്കിൽ നമ്മുടെ ഫോമർ എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്നോ പ്രീവിയസ് ഇയറിൽ നമുക്ക് എന്തെങ്കിലും സാലറി ഡ്യൂ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് സാലറിൻ്റെ ഹെഡിൽ ടാക്സബിൾ ആണ്. ആൻഡ് അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ നമ്മുടെ എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഫോമർ എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്നോ നമുക്ക് എന്തെങ്കിലും സാലറീസ് അവിടെ പെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് അലോ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും എന്താണ്, സാലറിൻ്റെ ഹെഡിൽ
ടാക്സബിൾ ആണ്. ഇനി നമുക്ക് എന്തെങ്കിലും അരിയേഴ്സ് ഓഫ് സാലറി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, അരിയേഴ്സ് ഓഫ് സാലറി നമുക്ക് കിട്ടി, അല്ലെങ്കിൽ നമുക്ക് പ്രീവിയസ് ഇയറിൽ അവരെന്ത് ചെയ്തു അത് അലോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ എംപ്ലോയർ ആവാം അല്ലെങ്കിൽ എംപ്ലോയറിൻ്റെ ബിഹാഫിലുള്ള ആരെങ്കിലും ആവാം, അങ്ങനെ എന്തെങ്കിലും അരിയേഴ്സ് ഓഫ് സാലറി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സാലറി ഇതെല്ലാം എന്താണ് നമ്മുടെ സാലറിൻ്റെ ഹെഡിൽ ചാർജ് ചെയ്യുന്നതാണ് അണ്ടർ സെക്ഷൻ 15 ഓഫ് ദിസ് ആക്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ഓർത്തിരിക്കുക. ഇനി എന്തൊക്കെയാണ് കണ്ടീഷൻസ്, അതായത് സാലറി എന്നുള്ള ഗണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ഉണ്ട് നോക്കാം. അവിടെ ഒരു എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം എന്നാണ്. അതുപോലെ സാലറി എന്ന് പറയുന്നത് റിയൽ ആയിരിക്കണം, നോഷണൽ ആവരുത് എന്നുള്ളതാണ്. നോഷണൽ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം, റിയൽ ആയിരിക്കണം എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് റിയൽ ഇറ്റ് മേക്ക് ടാക്സബിൾ. നോഷണൽ സാലറി ആവരുത് എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് എന്താണെന്നറിയോ, അതായത് ഇപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ കാൽക്കുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എമൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത് നോഷണൽ സാലറി എന്ന് പറയാം. അതായത് ഇപ്പോൾ നമ്മൾ പ്രൊപ്പറേറ്റർ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ പ്രൊപ്പറേറ്റർ അവർക്ക് അവരുടെ പ്രൊപ്പറേറ്റർഷിപ്പിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള സാലറി ലഭിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അവരുടെ പ്രൊപ്പറേറ്റർഷിപ്പിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സാലറി ഓണർക്ക് ലഭിക്കുകയാണ് സാലറി. അങ്ങനെ ഓണർക്ക് എന്തെങ്കിലും സാലറി ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സാലറിൻ്റെ ഹെഡിൽ ടാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബിസിനസ് ഇൻകത്തിൽ നമ്മൾ ഓൾറെഡി ടാക്സബിൾ ആണ്. അതായത് ഓണർക്ക് കിട്ടുന്ന ഇൻകം മനസ്സിലായോ. ഓണർ അവരുടെ സാലറി എന്ന് പറഞ്ഞിട്ട് അവരുടെ സ്വന്തം ബിസിനസ്സിന് ഇൻകം എടുക്കൂലേ, അത് നമ്മൾ സാലറിൻ്റെ ഗണത്തിൽ കൂട്ടാൻ പാടില്ല എന്നുള്ളതാണ്. മീൻസ് ബിക്കോസ് അത് ബിസിനസ് ഇൻകത്തിൽ നമ്മൾ ടാക്സ് ചെയ്യും. ഇനി നമ്മൾ സാലറി ഏൺ ചെയ്തിട്ടുള്ളത് എന്താണ് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ടാക്സബിൾ ആണ്, ആൻഡ് അതുപോലെ തന്നെ അബ്രോഡിൽ നിന്നാണെന്നുണ്ടെങ്കിലും ടാക്സബിൾ ആണ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ടാക്സ് ഫ്രീ സാലറി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ ടാക്സ് ഫ്രീ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാലറി ഉണ്ടല്ലോ, സാലറിൻ്റെ ഒരു ടാക്സ് ഉണ്ടല്ലോ, അത് പേ ചെയ്യുന്നത് എംപ്ലോയറേക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, സാലറിൻ്റെ ഹെഡിൽ അത് ഉൾപ്പെടുത്തും എന്നുള്ളതാണ്. അതായത് ഉണ്ടല്ലോ, സാലറി നമ്മുടെ എംപ്ലോയർ നമുക്ക് തന്നു. ഓക്കെ, അപ്പോൾ ആ എംപ്ലോയർ തന്നപ്പോൾ തന്നെ എംപ്ലോയർ അതിനുള്ള ടാക്സ് കൂടെ പ്ലസ് ചെയ്തിട്ടാണ് നമുക്ക് സാലറി തന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അത് നമുക്ക് ഇൻകം ഫ്രം സാലറി ആണ് എന്നാണ് പറയുന്നത്. എംപ്ലോയീസിൻ്റെ ഇൻകത്തിൻ്റെ കൂടെ ആ ഒരു എംപ്ലോയർ പേ ചെയ്ത ടാക്സ് കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ളതാണ് എന്ത്, ഇൻകം ഫ്രം സാലറി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇനി നമ്മൾ സാലറിൻ്റെ ഡെഫിനിഷൻസ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, അവിടെ ഒരു എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം, സാലറി റിയൽ ആയിരിക്കണം, നോഷണൽ ആവരുത്. അതുപോലെ ഇന്ത്യയിൽ നിന്ന് ഏൺ ചെയ്യുന്നതാണെങ്കിലും അബ്രോഡിൽ നിന്ന് ഏൺ ചെയ്യുന്നതാണെങ്കിലും അവിടെ എന്താണ് ടാക്സബിൾ ആണെന്നാണ് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ടാക്സ് ഫ്രീ സാലറി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എങ്ങനെയാണ് അവിടെ സാലറിൻ്റെ കണത്തിൽ ഉൾപ്പെടുത്തുക, ആ നമുക്ക് കിട്ടിയിട്ടുള്ള സാലറിയും അതുപോലെ നമ്മുടെ എംപ്ലോയർ എത്രയാണോ ടാക്സ് കൊടുത്തിട്ടുള്ളത് അത് രണ്ടും കൂട്ടിയിട്ടുള്ള എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, സാലറി ആയിട്ട് കണക്കാക്കുക. ഇനി എന്താണ് ഡെഫിനിഷൻസ് ഓഫ് സാലറി എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻസിൽ വരുന്നതാണ്, സാലറിയിൽ ഇൻവോൾവ് ആയിട്ടുള്ളതാണ് വേജസ്, പെൻഷൻ, ഗ്രാറ്റുവിറ്റി, ബോണസ്, കമ്മീഷൻ, അതുപോലെ ഫീസ്, അഡ്വാൻസ് സാലറി, ലീവ് എൻകാഷ്മെൻറ്റ്, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം, ആനുവൽ അക്രേഷൻ ആൻഡ് ട്രാൻസ്ഫർ ബാലൻസ്, ഇതൊക്കെ എന്താണ് നമുക്ക് ഈ ഒരു സാലറിൻ്റെ എന്തിൽ കൂട്ടുന്നതാണ്, സാലറി എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻസിൽ കൂട്ടുന്നതാണ് കേട്ടോ. ഓക്കെ, ഇതാണ് പറയണത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്, ഇതൊക്കെ ഡെഫിനിഷൻസിൽ വരുന്നതാണ്. ആൻഡ് ആൾസോ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ബൈ ദ ഗവൺമെൻറ് ഓർ എനി അതർ എംപ്ലോയർ ടു ദ അക്കൗണ്ട് ഓഫ് ആൻ എംപ്ലോയി അണ്ടർ എ നോട്ടിഫൈഡ് പെൻഷൻ സ്കീം. നോട്ടിഫൈഡ് പെൻഷൻ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NPS എന്ന് പറയും, നമുക്ക് നോക്കാണ്ട് കേട്ടോ. അതും സാലറിൻ്റെ ഗണത്തിൽ ഉൾപ്പെടുത്തും. ആൻഡ് കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ദ ഗവൺമെൻറ് ഇൻ ദ പ്രീവിയസ് ഇയർ ടു ദ അഗ്നിവീർ കോർപ്പസ് ഫണ്ട് അണ്ടർ അഗ്നിപാൽ സ്കീം, അതും സാലറിൻ്റെ ഹെഡിൽ ഉൾപ്പെടുത്തും. അപ്പോൾ സാലറിയിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ വേജസ്, പെൻഷൻ, ഗ്രാറ്റുവിറ്റി, ബോണസൊക്കെ നമ്മൾ ബോണസ്, കമ്മീഷന്, അതുപോലെ അഡ്വാൻസ് സാലറി, ലീവ് എൻകാഷ്മെൻറ്റ്, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു ദ പെൻഷൻ സ്കീം, ആനുവൽ അക്രിയേഷൻസ് ആൻഡ് ട്രാൻസ്ഫർ ബാലൻസ്. ഇനി എന്താണ് ആനുവൽ അക്രിയേഷൻസ് എന്ന് പറയുന്നത് നോക്കാം കേട്ടോ. ഇവിടെ നമ്മൾ പറയുന്നത് പ്രൊവിഡൻറ്റ് ഫണ്ടിനെ കുറിച്ചിട്ടുള്ള കാര്യം. പ്രൊവിഡൻറ്റ് ഫണ്ട് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു എമൗണ്ടാണ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ഫണ്ടിലോട്ട് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എംപ്ലോയിൻ്റെ സാലറിൻ്റെ 12% കൂടുതലുള്ള പോർഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടാക്സബിൾ ആവുള്ളൂ. ഓക്കെ, അതുപോലെ ഇവിടെ കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സാലറിൻ്റെ 9.5% കൂടുതലാണെന്നുണ്ടെങ്കിൽ ടാക്സബിൾ ആവുള്ളൂ. അതായത് ഇപ്പോൾ എംപ്ലോയിക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 1 lakh ആണെന്നുണ്ടെങ്കിൽ 1 lakh 1 lakhൻ്റെ 12% എന്ന് പറയുമ്പോൾ
12,000 എന്ന് വരും അല്ലേ, 12,000 എന്ന് വരില്ലേ. അപ്പോൾ ഈ 12,000ൻ്റെ മുകളിൽ എന്തെങ്കിലും എമൗണ്ട് ആണ് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഓക്കെ, ദറ്റ് മീൻസ് എന്താണ്, ഇപ്പോൾ നമ്മുടെ എംപ്ലോയിയുടെ പ്രൊവിഡൻറ്റ് ഫണ്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് 15,000 ആണെന്ന് കരുതുക. ഓക്കെ, എംപ്ലോയിൻ്റെ സാലറി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 1 lakh ആണ്. ഓക്കെ, അപ്പോൾ 1 lakh ആകുമ്പോൾ 1 lakhലെ 12% എന്ന് പറയുമ്പോൾ 12,000 വരും. ഓക്കെ, അപ്പോൾ ഈ 12,000ൻ്റെ മുകളിലുള്ള 3,000 ഇല്ലേ, അതെന്താണ്, എക്സസ് ആണ്. ആ എക്സസ് ആയിട്ട് വരുന്നത് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടി വരും. അത് നമുക്ക് നോക്കാം. അതുപോലെ ഇൻട്രസ്റ്റ് ആണെങ്കിലും ഇതുപോലെ തന്നെ. ഇനി ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഇപ്പോൾ നമ്മൾ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, ഇങ്ങനെ നമ്മൾ പ്രൊവിഡൻറ്റ് ഫണ്ടാണ് പഠിക്കാനുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൊവിഡൻറ്റ് ഫണ്ടും അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, വരും ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആര് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവും, ഇൻകം ടാക്സ് കമ്മീഷണർ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പക്ഷേ ഈ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല, റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് മീൻസ് എന്ത് ചെയ്യാണ്, ഈ ഒരു അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ബാലൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്കിയിട്ട് മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെയുള്ള എമൗണ്ട് ഉണ്ടാവുമല്ലോ, അതാണ് നമ്മളവിടെ എന്തെന്ന് പറയുന്നത്, ട്രാൻസ്ഫർ ബാലൻസ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്ന് പറയുന്നത്, അതായത് ഇവിടെ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്നും റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലോട്ടാക്കി മാറ്റുന്ന സമയത്തുള്ള ബാലൻസിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, റെക്കഗ്നൈസ്ഡ് ട്രാൻസ്ഫർ ബാലൻസ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ബാലൻസ് എന്ന് പറയാം. ഈ നാഷണൽ പെൻഷൻ സിസ്റ്റമാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലാണ് നോക്കാൻ വേണ്ടി പോകുന്നത്, ഒന്നും ഉണ്ടായിട്ടില്ല.